ഒരു യാത്രയിൽ സാർ എത്ര ജോഡി? ഇപ്പൊ ഒരു 30-40 ദിവസം നിലനിൽക്കുന്ന ഒരു യാത്രയിൽ ഞാൻ 40 ദിവസത്തേക്ക് യാത്ര ചെയ്യാറില്ല. കാരണം എനിക്ക് വേറെ ജോലിയുണ്ട് ഇവിടെ. ഇപ്പൊ ഞാനും ഹസ്ബൻഡും ട്രാവൽ ചെയ്യുമ്പോൾ 3 ബാഗ്സും എന്റെയാണ്. ഞാൻ കൊണ്ടുവന്നേ, എനിക്കിതൊക്കെ ശീലമാണ്. പുള്ളിക്ക് ആ മൂന്നാമത്തേൽ ഒരു ചെറിയ സ്പേസ് ഞാൻ മാറ്റി വെച്ചിട്ടുണ്ട്. കാരണം നമ്മുടെ കോസ്മെറ്റിക്സ്, നമ്മുടെ സൺ ടാൻ പ്രോബ്ലം, സൺസ്ക്രീൻ, ഇതെല്ലാം നമ്മൾ അവെയർ ആയിട്ട് ഇതെല്ലാം പാക്ക് ചെയ്ത് നമ്മൾ എടുക്കും. താമസിക്കാൻ കരിങ്കല്ലൊക്കെ വന്നേക്കണത് സാർ ഇപ്പൊ ഇത്രയും മിനിമൽ ആയിട്ട് വെറും ക്യാരി ഓൺ ബാഗ്സും ആയിട്ട് പോകുമ്പോൾ അല്ല, ഞാൻ യാത്ര ചെയ്യുന്ന ലഗേജ് എടുക്കാനല്ല, അതുകൊണ്ടാണ്. ഏതൊരു 10 വയസ്സുള്ള കുട്ടിയും 15 വയസ്സുള്ള കുട്ടിയും വരെ ഇൻഫ്ലുവൻസേഴ്സ് ആണ് സാർ. അപ്പൊ ഈ ഇൻഫ്ലുവൻസേഴ്സിന്റെ ഒരു അതിപ്രസരം സോഷ്യൽ മീഡിയയിൽ സാർ അതിനെ എങ്ങനെയാ നോക്കി കാണുന്നത്? ഇതൊരു നല്ല പ്രോസസ് ആണോ? ഇത് നമ്മുടെ പരിപാടി എന്തോ നിർത്തി ചൂടാനുള്ള പരിപാടിയാണ്. നിങ്ങൾ എന്തിനാണ് അങ്ങനെയുള്ള ഒരു ഇൻഫ്ലുവൻസർ എന്ന് വിളിക്കുന്നത്? ഉരുളക്കുപ്പേരി കോളേജിൽ നിന്ന് ഡിഗ്രി എടുത്ത് വന്നിരിക്കുകയാണ് ഒരു തർക്കക്കാരൻ. കൂട്ടത്ത് നിൽക്കുന്ന അവൻ നല്ല തനി മലയാളിയാണെന്ന് ഒരൊറ്റ 10 സെക്കൻഡിൽ സാർ എങ്ങനെ റെക്കഗ്നൈസ് ചെയ്യും? അത് പലപ്പോഴും എന്തെങ്കിലും തോന്നിയാസം കാരണമായിരിക്കും. എന്തായാലും ആ ഒരു തോന്നിയാസത്തിന്റെ ഒരു എക്സ്റ്റെന്റ് എനിക്കൊന്ന് അറിഞ്ഞാൽ കൊള്ളാന്നുണ്ട് സാർ. ചിലപ്പോ മീരയ്ക്ക് തോന്നും അത് എന്നെ കുറിച്ച് പറഞ്ഞ മീരയെ കുറിച്ചാണ് പറഞ്ഞ ചിലപ്പോൾ തോന്നുന്നു ഞാനത് പറയുമ്പോ. എപ്പോഴെങ്കിലും സന്തോഷ് സാർ ഫ്ലൈറ്റ് മിസ് ചെയ്തിട്ടുണ്ടോ? ഇല്ല. ഇതുവരെ ലൈഫിൽ ഏറ്റവും കൂടുതൽ എനിക്ക് തോന്നുന്നു അബ്രോഡ് ട്രാവൽസ് നടത്തിയ ഒരാൾ ഫ്ലൈറ്റ് മിസ് ചെയ്തിട്ടില്ല. എന്ത് ഇതൊക്കെ പ്രത്യേക സിദ്ധികളാണ്. ചെയ്തിട്ടില്ല. എന്ത് സ്കിമാറ്റിക് ആയിട്ട് സിസ്റ്റമാറ്റിക് ആണ് സാറിന്റെ അത് കാണിക്കുന്നത്. ഈശ്വരൻ ചിലർക്ക് മാത്രം അറിഞ്ഞു കൊടുക്കുന്ന ഒരു ഫ്ലൈറ്റ് പോലും മിസ് ചെയ്തിട്ടില്ല. സാമാന്യ ബോധമുള്ള ഒരാൾക്ക് മിസ് ചെയ്യാറുണ്ട്. വിമാനം മിസ് ചെയ്യുന്ന പിന്നെ എന്താ യാത്ര ചെയ്യുന്നത്? ഓ, അത് ശരിയാണല്ലോ. ആ ബുദ്ധി എനിക്ക് പോയില്ല. തലയുടെ ഉള്ളിൽ വല്ലതും വേണം. അത് വലിയൊരു അത്ഭുതമൊന്നുമല്ല. ഞാൻ പറഞ്ഞ അത് വലിയ എന്തോ ഒരു സംഭവം പോലെ പറഞ്ഞുകൊണ്ട് പറഞ്ഞത്. പൊന്നു സഹോദരന്മാരെ, നിങ്ങൾ ഹലാക്കിട്ടാക്കരുത്. ഞാനൊരു ചെറിയ ജാടയിൽ അങ്ങനെ നിന്നു പോവാണ്. ഒരു വ്യവസായി ചെയ്യേണ്ട എല്ലാ ജോലിയും റിസ്ക്കും ടെൻഷനും എല്ലാത്തരം പ്രശ്നങ്ങളും ഞാൻ ഫേസ് ചെയ്യുന്നുണ്ട്. വളരെ മാന്യമായ രീതിയിൽ ഞാൻ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുക. അതിനെല്ലാം സൊല്യൂഷൻ അല്ല. ഞാനൊരു ലോകയാത്ര നടത്തുന്ന ഒരു ട്രാവൽ ബ്ലോഗർ അല്ല ഞാൻ. പറഞ്ഞ വിശ്വസിക്കോ? ഇല്ല. വിശ്വസിക്കില്ലേ? എന്റെ മതി, നിന്റെ ചായ കുടി. അഹങ്കാരി എന്താ നീയൊക്കെ? ഇത് ഇത്തരം പരിപാടിക്ക് എന്നെ വിളിച്ചിരുത്തി സംസാരിക്കുമ്പോൾ ഉണ്ടാകുന്ന ഒരു പ്രശ്നം, ഞാൻ ഏതോ ഒരു വ്ളോഗ് ചെയ്യുന്ന ലോകം മുഴുവൻ ഏത് നേരവും തെണ്ടി നടക്കുന്ന ഒരു പണിയില്ലാത്തൊരുത്തനാണ് അല്ല. സന്തോഷ വാർത്തയുണ്ട്. ഈ സംവാദത്തിൽ ചേട്ടൻ ജയിച്ചിരിക്കുന്നു. ഹാപ്പി ആയില്ലേ? എന്നാ ഞാൻ പോയിച്ച് നാളെ വരാം.